CPM-നെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയ ഒരു അവസരം എന്ന നിലയിൽ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമം എന്തായാലും ഒരു ഭാഗത്തുണ്ടാകും. അതേസമയം അതിനെ എങ്ങനെ ചെറുക്കണം എന്ന ഒരു സംശയം ഇപ്പോൾ എ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണും. ഇതാകട്ടെ നമുക്കെല്ലാം അറിയുന്ന ഒരു സംഭവമാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ അപകീർത്തിപ്പെടുത്താനുള്ള വളരെ ബോധപൂർവമായ പരിശ്രമം നടക്കുന്ന ഒരു സമയമാണ്. ആ ആരോഗ്യ മേഖല ലോകശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. ഇത്രയേറെ വിപുലമായ വളർച്ചയും അതുപോലെ തന്നെ സാധാരണക്കാർക്ക് അനുകൂലമായ പ്രവർത്തനം നടത്തുന്ന മറ്റൊരു ആരോഗ്യ സംവിധാനം ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തുമില്ല. കോടിക്കണക്കിന് ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന സംവിധാനമാണ്. അതിൽ ഒറ്റപ്പെട്ടുണ്ടായ ഒരു സംഭവം, അതും 5 വർഷം മുമ്പുണ്ടായ ഒരു സംഭവത്തെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു അക്രമ സമരമായി പരിവർത്തനം ചെയ്യിച്ചതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം നൽകുന്നത്. അക്രമങ്ങളെ പരിപൂർണമായി ന്യായീകരിക്കുന്ന പ്രവർത്തനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല, ഇത് വീണ ജോർജ് കേരളത്തിലല്ല എന്നുള്ള മാതിരിയാണ്. ആശുപത്രിയിലേക്ക് സുഖവാസത്തിന് പോയി എന്നുള്ള നിലയിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം കണ്ടത്. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, പൂർണ്ണമായി കോൺഗ്രസ് നേതൃത്വം അതുപോലെ തന്നെ KSU ഇവരെല്ലാവരും ഇതിനെ ന്യായീകരിച്ചിരിക്കുകയാണ്. വിമോചന സമരകാലത്തെ സമര മാതൃകകളിലേക്ക് കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് ഇതും നമുക്ക് മനസ്സിലാവുന്നത്. അവരൊരു വനിതയാണ് എന്നുള്ള പരിഗണന വേണ്ടേ? നമ്മുടെ സമൂഹത്തിൽ ഇത്രത്തോളം താണ തരത്തിലുള്ള നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനവും പ്രതിഷേധവും അപവാദ പ്രചരണങ്ങളും ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സമൂഹത്തിന് ബോധ്യപ്പെടുന്നതാണ് എത്രത്തോളം തരം താണു പോയിരിക്കുന്നു ഇന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി, അതിൻ്റെ നമ്മുടെ സംഘടനകൾ ഇന്ന് കൂടുതൽ ബോധ്യപ്പെടുന്ന ഒന്നാണ്. ഇവരെ സമൂഹം ഒറ്റപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കേരളീയ സമൂഹം അക്രമത്തിൻ്റെ കൂടെയല്ല, ഒരു കാരണവശാലും ഒരു വനിതയെ ഈ നിലയിൽ ആക്രമിക്കുക എന്നതിനെ അനുകൂലിക്കുന്നില്ല. ഒരു ഗൂഢാലോചന നടത്താതെ ഇങ്ങനെ ഒരു അക്രമം നടത്താനും പറ്റില്ല. കാരണം എല്ലാവർക്കും അറിയാം, അവർ മന്ത്രിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു അക്രമം നടത്തിയേ പറ്റൂ എന്നുള്ള നിലയിൽ കൃത്യമായി പതുങ്ങിയിരുന്ന് വളരെ പ്ലാൻഡായ ഒരു അക്രമമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രതിഷേധിക്കണം. ഇത് ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. ഇത് നേതൃത്വം നൽകുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തും. CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പ്രതികരിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഉണ്ടായത് വളരെ ആസൂത്രിതമായ ആക്രമണം എന്നതാണ് എ വിജയരാഘവൻ പറയുന്നത്. ഇതിനെ എതിർക്കേണ്ടതാണ്, ഒറ്റപ്പെടുത്തേണ്ടതാണ് സമൂഹം എന്ന് ചൂണ്ടിക്കാട്ടുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ആരോഗ്യമന്ത്രിക്കെതിരായ അക്രമത്തിൽ സംസ്ഥാന വ്യാപകമായി ഉയരുകയാണ്. മുഖ്യമന്ത്രി ആശുപത്രിയിലെത്തി വീണ ജോർജിനെ സന്ദർശിച്ചതിന്റെ ദൃശ്യങ്ങൾ ഒരു ഭാഗത്ത് കാണുമ്പോൾ, ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് ഒരു പൊതുപരിപാടിയിലും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തി. കേരളത്തെ കലാപഭൂമിയാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം എന്നതായിരുന്നു മുഖ്യമന്ത്രി ആ പൊതുപരിപാടിയിൽ പറഞ്ഞത്. മന്ത്രിമാർ ആരും ഇന്നലെ പൊട്ടിമുളച്ചവരല്ല, അവരെ സ്നേഹിക്കുന്നവർ ഇടപെട്ടാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി മുഖ്യമന്ത്രി ആ പൊതു പരിപാടിയിൽ പറഞ്ഞു. അതുതന്നെയാണ് ഇത്തരം ക്രിമിനലുകൾ ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. പ്രതിഷേധം രാഷ്ട്രീയമല്ല, കൃത്യമായ ഗുണ്ടായിസമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിവരം അറിഞ്ഞതിന് ശേഷം പങ്കെടുത്ത പരിപാടിയിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ആശുപത്രിയിലെത്തി വീണ ജോർജിനെ കണ്ടത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. അവരെ 2 സംഘം ശാരീരികമായി തന്നെ ആക്രമിച്ചു. ആക്രമണത്തിൽ കഴുത്തിന് പരിക്കേറ്റു, വല്ലാത്ത വേദന, അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവർ കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കാരണം മന്ത്രിമാരെന്ന് പറയുന്നത് ആരും ഇന്നലെ പൊട്ടിമുളച്ചവരല്ല, ഈ നാടിന്റെ പിന്തുണയോടുകൂടി വളർന്നു വന്നവര്. അവരെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്വാഭാവികമായി ഇടപെട്ടാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളാണ് ഈ ക്രിമിനലുകൾ ആഗ്രഹിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഷേധവുമല്ല, കൃത്യമായ ആസൂത്രിതമായ ഗൂഢായിസം. അതിനായി ഗൂഢകളെ തെരഞ്ഞെടുക്കുകയും വീണ ജോർജ് ഒരു സ്ത്രീയായിട്ടും അവരെ
ആക്രമിക്കാനും പരിക്കേൽപ്പിക്കാനും ശ്രമിക്കുകയാണ്, പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഇത് അത്യന്തം അപലപനീയമായ ആക്രമണമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം തുടർച്ചയായി ഇതുപോലുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യമേ പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളൂ. അവരാഗ്രഹിക്കുന്നത് നാട്ടിൽ സംഭവിച്ചുകൂടാ. നമ്മുടെ നാട് സമാധാനത്തിൽ കഴിയണം. ഈ നാട് സംഘർഷത്തിൻ്റെ നാടായി മാറിക്കൂടാ. ആ നിർബന്ധം പൊതുവെ LDF പ്രവർത്തകർക്കാകെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടകളുടെ കെണിയിൽപ്പെട്ട് അതേ രീതിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതിരിക്കണം. എന്നാൽ ജനങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ ശരിയായ വിധി എഴുതേണ്ടവർ. ആ ജനങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ജനാധിപത്യ രീതിയിലുള്ള കടുത്ത പ്രതിഷേധം ഈ കാര്യങ്ങളിൽ ഉയർന്നു വരികയും വേണം. വീണ ജോർജിനെതിരെ ഉണ്ടായത് ഒരു പ്രതിഷേധമല്ല, ഗുണ്ടാ പ്രവർത്തനം, ഗുണ്ടായിസം എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഒരു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നതാണ് നമ്മൾ കേട്ടത്. ഇത് ഗുണ്ടായിസം എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മാത്രവുമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, തങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാക്കൾക്കെതിരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രകോപനം അവർ ഉണ്ടാക്കും എന്നൊരു സാഹചര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെരുവിലിറങ്ങി നടക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇമാതിരി ഗുണ്ടായുസവുമായിട്ട് മുന്നോട്ട് വന്നാൽ നാളെ നിങ്ങളുടെ നേതാക്കന്മാർ ഈ റോഡിൽ ഇറങ്ങി നടക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് DYFI അതിശക്തമായ ഇടപെടൽ നടത്താൻ തയ്യാറാവും. ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ സമാധാനം ഇല്ലാതാക്കാൻ ഉള്ള ആഹ്വാനമല്ല. പക്ഷേ സമാധാനത്തിന് ഈ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്, ക്ഷമിക്കുന്നതിനും ഒരു അതിരുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള തെമ്മാടിത്തം, ഒരു വനിതാ മന്ത്രിയുടെ വീട്ടിൽ കടന്നു കയറിയിട്ട് കള്ളന്മാരെ പോലെ കടന്നു കയറിയിട്ട് റീത്ത് വെക്കുക. ഈ ക്രിമിനൽ സംഘം എന്തെല്ലാം തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസുകാരന്റെ വീട്ടിൽ നിന്നും പിടിച്ച കഞ്ചാവിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 5.5 കിലോ ആണ്. 5.5 കിലോ കഞ്ചാവുമായിട്ട് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അനുജൻ പിടിയിലാവുന്നു. എത്രയെത്ര ക്രിമിനൽ കേസുകളാണ്. വയനാടിന്റെ പേരിൽ പണം പിരിച്ചു. ആ പണം പിരിച്ചിട്ട് എങ്ങോട്ടാ കൊണ്ടുപോയത്? 30 വീട് നിർമ്മിക്കും എന്ന് പറഞ്ഞിട്ട് പണം പിരിച്ചിട്ട് വയനാടിലെ ജനങ്ങളുടെ കണ്ണീരിനെ വിറ്റ് ദൂർത്തടിച്ച കൊള്ളയടിച്ച കൊള്ള സംഘം. ഇവരാണിപ്പോ കേരളത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തിറങ്ങുന്നത്. കേരളത്തിലെ ജനങ്ങൾ അന്നാഹാരം തന്നെയാണ് കഴിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.